everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 42nd lecture on Recovery and Refund of Income Tax, which is a subject for Semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about Section 195A, Section 196 and Section 197. And in this lecture, we are going to discuss about credit for tax deducted, which comes under Section 199 of Income Tax Act 1961, and consequences of failure to deduct or pay, which comes under Section 201 of Income Tax Act 1961. Credit for tax deducted, Section 199. The tax deducted at source and paid to the central government is deemed to have been paid on behalf of the person from whose income the deduction was made, and he is given credit for it in his regular assessment. ഇൻകത്തിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുകയും സെൻട്രൽ ഗവൺമെൻറ്റിനെ പേ ചെയ്യുകയും ചെയ്യുന്ന TDS ഏത് പേഴ്സൻ്റെ ഇൻകത്തിൽ നിന്നാണോ TDS ഡിഡക്റ്റ് ചെയ്തത് ആ പേഴ്സൻ്റെ ബിഹാഫിൽ പേ ചെയ്തതായി ഡീം ചെയ്യുകയും ആ പേഴ്സൻ്റെ റെഗുലർ അസസ്മെൻറ്റിൽ അതിൻ്റെ ക്രെഡിറ്റ് അനുവദിക്കുകയും ചെയ്യും. The assessee is entitled to credit of tax based on TDS certificate only in the assessment year in which income from which tax is deducted is assessed to tax. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഒരു ഇൻകത്തിൽ ഡിഡക്റ്റ് ചെയ്യുകയും സെൻട്രൽ ഗവൺമെൻറ്റിന് പേ ചെയ്യുകയും ചെയ്യുന്ന TDS ആരുടെ ഇൻകത്തിൽ നിന്നാണോ TDS ഡിഡക്റ്റ് ചെയ്യുന്നത് ആ പേഴ്സൻ്റെ ബിഹാഫിൽ പേ ചെയ്തതായി ഡീം ചെയ്യുകയും ആ പേഴ്സണിന് തൻ്റെ റെഗുലർ അസസ്മെൻറ്റിൽ അതിൻ്റെ ക്രെഡിറ്റ് ലഭിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ആൻഡ് അസസി TDS സർട്ടിഫിക്കറ്റിൻ്റെ ബേസിസിലുള്ള ഈ ക്രെഡിറ്റ് ഓഫ് ടാക്സിന് എൻറ്റൈറ്റിൽഡ് ആകുന്നത്, അഥവാ അസസിക്ക് ഈ ക്രെഡിറ്റ് ഓഫ് ടാക്സ് ലഭിക്കുന്നത് ഏത് ഇൻകത്തിൽ നിന്നാണോ ഈ ടാക്സ് ഡിഡക്റ്റ് ചെയ്തത് ആ ഇൻകം അസസ് ചെയ്യുന്ന അസസ്മെൻറ്റ് ഇയറിലാണ്. ഓക്കെ. Then consequences of failure to deduct or pay, Section 201. TDS ഡിഡക്റ്റ് ചെയ്യാതിരുന്നാലോ പേ ചെയ്യാതിരുന്നാലോ ഉള്ള കോൺസിക്വൻസസ് ആണ്. First one, where the person responsible for deduction of tax at source does not deduct it or after deducting fails to pay it to the government, he becomes an assessee in default. അതായത് TDS ഡിഡക്റ്റ് ചെയ്യാൻ റെസ്പോൺസിബിലിറ്റി ഉള്ള പേഴ്സൺ TDS ഡിഡക്റ്റ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ TDS ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം അത് ഗവൺമെൻറ്റിന് പേ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ he becomes an assessee in default. Okay. The tax deductor at source shall not be deemed an assessee in default if the recipient of sum is a resident and he has furnished his return of income under Section 139, has included such sum in his total income and has paid the tax due on the income declared in the return of income. നമ്മളിപ്പോൾ ടാക്സ് ഡിഡക്ടർ അറ്റ് സോഴ്സ് അസസി ഇൻ ഡീഫോൾട്ട് ആകുന്ന കേസ് പറഞ്ഞു. ഇനി ഈ പറയുന്ന കേസുകളിൽ ടാക്സ് ഡിഡക്ടർ അറ്റ് സോഴ്സിനെ അസസി ഇൻ ഡീഫോൾട്ടായിട്ട് ഡീം ചെയ്യില്ല. ടാക്സ് ഡിഡക്ടർ അറ്റ് സോഴ്സിനെ അസസി ഇൻ ഡീഫോൾട്ടായിട്ട് ഡീം ചെയ്യാത്ത കേസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇഫ് ദ റെസിപ്പിയൻ്റ് ഓഫ് സം ഇസ് എ റെസിഡൻറ്റ്, സമ്മിൻ്റെ റെസിപ്പിയൻ്റ് അതായത് സം റിസീവ് ചെയ്യുന്ന ആൾ ഒരു റെസിഡൻ്റ് ആണ് ആൻഡ് അദ്ദേഹം സെക്ഷൻ 139 പ്രകാരം അദ്ദേഹത്തിൻ്റെ റിട്ടേൺ ഓഫ് ഇൻകം ഫേണിഷ് ചെയ്തിട്ടുമുണ്ട്. ആൻഡ് ഈ റെസിപ്പിയൻറ്റ് റിസീവ് ചെയ്യാൻ പോകുന്ന സം തൻ്റെ ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുമുണ്ട് ആൻഡ് റിട്ടേൺ ഓഫ് ഇൻകത്തിൽ ഡിക്ലെയർ ചെയ്ത ഇൻകത്തിൽ ഡ്യൂ ആയിട്ടുള്ള ടാക്സ് പേ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കേസിൽ ടാക്സ് ഡിഡക്ടർ അറ്റ് സോഴ്സിനെ അസസി ഇൻ ഡീഫോൾട്ടായിട്ട് ഡീം ചെയ്യില്ല. ഓക്കെ. ദെൻ നമുക്ക് കോൺസിക്വൻസസിൽ സെക്കൻഡ് വൺ നോക്കാം. ഇഫ് ദ പേഴ്സൺ റെസ്പോൺസിബിൾ ടു ഡിഡക്ട് ടാക്സ് അറ്റ് സോഴ്സ് ഫെയിൽസ് ടു ഡു സോ ഹി ഷാൾ ബി ലയബിൾ ടു പേ സിമ്പിൾ ഇൻട്രസ്റ്റ്. അതായത് ടാക്സ് ഡിഡക്റ്റ് ചെയ്യാൻ റെസ്പോൺസിബിലിറ്റി ഉള്ള പേഴ്സൺ അത് ചെയ്യുന്നില്ല, ഹി ഫെയിൽസ് ടു ഡു സോ, ദെൻ ദാറ്റ് പേഴ്സൺ ഇസ് ലയബിൾ ടു പേ സിമ്പിൾ ഇൻട്രസ്റ്റ്. ദെൻ ആ പേഴ്സൺ സിമ്പിൾ ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ ലയബിൾ ആണ്. At the rate of 1% for every month or part of a month from the date on which such tax was deductible to the date on which tax is deducted. സിമ്പിൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. എന്നാണോ ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടിയിരുന്ന ഡേറ്റ് അന്ന് മുതൽ എന്നാണോ ടാക്സ് ഡിഡക്റ്റ് ചെയ്ത ഡേറ്റ് ആ ഒരു പീരീഡിൽ എവറി മന്ത് ഓർ പാർട്ട് ഓഫ് എ മന്ത് 1%
സിമ്പിൾ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. ആൻഡ് at the rate of 1.5% for every month or part of a month from the date on which such tax was deducted to the date on which such tax is actually paid. എന്നാണോ ടാക്സ് ഡിഡക്റ്റ് ചെയ്ത ഡേറ്റ് അന്ന് മുതൽ എന്നാണോ ടാക്സ് ആക്ച്വലി പേ ചെയ്ത ഡേറ്റ് അന്ന് വരെ ആ ഒരു പീരീഡിലുള്ള എവറി മന്ത് ഓർ പാർട്ട് ഓഫ് മന്ത് 1.5%-ൽ സിമ്പിൾ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. ഓക്കെ. ദെൻ കോൺസിക്വൻസസിൽ തേർഡ് വൺ നോക്കാം. ദ ടാക്സ് നോട്ട് പെയ്ഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഷാൾ ബി എ ചാർജ് അപ്പോൺ ഓൾ അസറ്റ്സ് ഓഫ് റെസ്പോൺസിബിൾ പേഴ്സൺ. ടാക്സ് പേ ചെയ്തില്ല എങ്കിൽ ഇൻട്രസ്റ്റ് ചാർജ് ആകുന്നത് റെസ്പോൺസിബിൾ പേഴ്സൻ്റെ എല്ലാ അസറ്റ്സിലുമായിരിക്കും. ഓക്കെ. ദെൻ നമുക്ക് കോൺസിക്വൻസസിൽ ഫോർത്ത് വൺ നോക്കാം. ഇഫ് എ പേഴ്സൺ ഫെയിൽസ് ടു പേ ടു ദ ക്രെഡിറ്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് the tax deducted at source by him, he shall be punishable with rigorous imprisonment for a term which shall not be less than 3 months, which may extend to 7 years and with fine under section 276B. അതായത് ഒരു പേഴ്സൺ അയാൾ ഡിഡക്റ്റ് ചെയ്ത TDS സെൻട്രൽ ഗവൺമെൻറ്റിന് പേ ചെയ്യുന്നില്ല. ഹി ഫെയിൽസ് ടു പേ ടു ദ ക്രെഡിറ്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. ദെൻ ആ ഒരു കേസിൽ ആ പേഴ്സൺ പണിഷബിൾ ആണ്. പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് റിഗറസ് ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടേം വിച്ച് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 3 months വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 7 years ആൻഡ് വിത്ത് ഫൈൻ. റിഗറസ് ഇംപ്രിസൺമെൻ്റ് ആണ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. ആ ഇംപ്രിസൺമെൻറ്റിൻ്റെ ടേം എന്ന് പറയുന്നത് 3 months കുറയില്ല. ആൻഡ് അത് എക്സ്റ്റെൻഡ് ചെയ്യാം, 7 years വരെ എക്സ്റ്റെൻഡ് ചെയ്യാം വിത്ത് ഫൈനോട് കൂടി. ആൻഡ് ദിസ് കംസ് അണ്ടർ സെക്ഷൻ 276B. ഓക്കെ. ദെൻ നമുക്ക് കോൺസിക്വൻസസിൻ്റെ ഫിഫ്ത്ത് വൺ നോക്കാം. എ പേഴ്സൺ ഷാൾ നോട്ട് ബി ഡീംഡ് ടു ബി ആൻ അസസി ഇൻ ഡിഫോൾട്ട് ഫോർ ഫെയിലിയർ ടു ഡിഡക്ട് ദ ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ടാക്സ് ഫ്രം എ പേഴ്സൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ അറ്റ് എനി ടൈം ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് 7 years ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഓർ ക്രെഡിറ്റ് ഈസ് ഗിവൺ. അതായത് ഒരു ഇന്ത്യൻ റെസിഡൻ്റ് ആയിട്ടുള്ള പേഴ്സൻ്റെ ഇൻകത്തിൽ നിന്നും ഹോൾ ടാക്സോ എനി പാർട്ട് ഓഫ് ടാക്സോ ഡിഡക്റ്റ് ചെയ്യാത്തതിന് ഒരു പേഴ്സണിനെ അസസീൻ ഡീഫോൾട്ട് എന്ന് ഡീം ചെയ്യില്ല. അസസീൻ ഡീഫോൾട്ട് എന്ന് ഡീം ചെയ്യാത്തത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഇൻകത്തിൻ്റെ പേയ്മെൻറ്റ് നടത്തുകയോ അല്ലെങ്കിൽ ഈ ഇൻകത്തിന് ക്രെഡിറ്റ് കൊടുക്കുകയോ ചെയ്ത ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ് കഴിഞ്ഞിട്ടുള്ള 7 വർഷം കഴിഞ്ഞ് വരുന്ന എനി ടൈം അപ്പോഴാണ് ഈ പേഴ്സണിനെ അസസീൻ ഡീഫോൾട്ട് എന്ന് ഡീം ചെയ്യാത്തത്. ഓക്കെ. Hope you all understand about credit for tax deducted and consequences of failure to deduct or pay. Thank you.